ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആവസ്. ഇത് നമ്മുടെ രണ്ടാമത്തെ സാംസങ് ഡിവൈസാണ് എൻ്റെ ലൈഫിൽ. സോ ദിസ് ഇസ് സാംസങ് S20 FE. ഇതിന് ശേഷം S23 Ultra. ഐ നോ ദിസ് ഇസ് എ മേജർ ജമ്പ്. ആൻഡ് S23 Ultrയിൽ ഇപ്പോൾ മൂൺ ഫോട്ടോഗ്രാഫി ആ സംഭവത്തിനെ പറ്റി ഭയങ്കര ഒരു കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഇസ് ജസ്റ്റ് ബിക്കോസ് സാംസങ് വാസ് യൂസിങ് ഇറ്റ്സ് AI സീൻ ഒപ്റ്റിമൈസർ യൂസ് ചെയ്തിട്ട് നമ്മുടെ S23 Ultrയിലെ മൂൺ ക്യാപ്ചറിങ് മെത്തേഡ്, it's actually fake. But still, I like this phone because of a couple of reasons. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്തുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഈ പുതിയ ഫോൺ അൺബോക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. എസ്പെഷ്യലി വെൻ ഇറ്റ് ഈസ് യുവർ ഡ്രീം ഫോൺ. എനിക്ക് S23 Ultra ഇഷ്ടപ്പെടാൻ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഇത് വരുന്നില്ലല്ലോ, വരണ്ട. നോട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ഇതിൻ്റെ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് സംഭവം കൊണ്ട് മാത്രമല്ല, ബിക്കോസ് ഓഫ് ഫോം ഫാക്ടർ. ഇതിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഒരു സ്ക്വയർ ഷേപ്പ്. ഐ എം എ ബിഗ് ഫാൻ ഓഫ് ദിസ് വൺ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ ബോക്സ് ആൻഡ് ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് ചാർജറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു സ്റ്റിക്കറൊക്കെ തന്നിട്ടുണ്ട് അവന്മാർ. പിന്നെ ഓക്കെ, ഇതാണ് നമ്മുടെ വാവ്, അത് കൊള്ളാം, നല്ലൊരു ഫീലായിരുന്നു. ഇവിടെ ഒരു സ്റ്റിക്കറുണ്ട്, ഇത് ഞാൻ പിന്നെ ഇളക്കാം. നമുക്കിത് സ്വിച്ച് ഓൺ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു വന്ന വേറെ ഒന്നുമില്ല, ഇതിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഒരു സ്ലാബ് ഷേപ്പ്. ഐ ആം എ ബിഗ് ഫാൻ ഓഫ് ദിസ്. റീസൺ ബീയിങ്, ഞാൻ ആദ്യം ഒരു എക്സ്പീരിയ ഫാനായിരുന്നു. എക്സ്പീരിയന്ന് പിന്നെ ഞാൻ എൻ്റെ എന്താ പറയുക, കയ്യിൽ നിന്ന് വീണ് പൊട്ടി, പിന്നെ അത് ശരിയാക്കി ഒറിജിനൽ സ്ക്രീൻ റീപ്ലേസ്മെൻറ്റിന് കിട്ടില്ല, പിന്നെ കാനഡയിൽ നിന്നൊക്കെ വരുത്തി ഞാൻ തന്നെ റീപ്ലേസ് ചെയ്തു. അങ്ങനെ ഒരുപാട് പണികളൊക്കെ കഴിച്ചിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. എക്സ്പീരിയ Z3 ആയിരുന്നു എൻ്റെ ഫോൺ. അതിനുശേഷം പിന്നെ എൻ്റെ ഫോണുകൾ ഇങ്ങനെ മാറി 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 വന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഗാലക്സി ഡിവൈസ് യൂസ് ചെയ്ത് കോൺഫിഗർ ചെയ്യുവാണ്. ഓട്ടോമാറ്റിക്കായിട്ട് വന്നു അടുത്ത് വെച്ചപ്പോൾ തന്നെ. ഓക്കെ, സൈസ് കമ്പാരിസൺ നോക്കുവാണെങ്കിൽ ആസ് യു ക്യാൻ സീ, ഇവിടെ ഭയങ്കര വലിയൊരു സൈസ് ഡിഫറൻസ് ഒന്നുമില്ല. ഇറ്റ്സ് എ ലിറ്റിൽ മോർ ബിഗ് ലെങ്ത്തിലാണെങ്കിലും ബ്രെഡ്ത്തിലാണെങ്കിലും. പിന്നെ സ്ക്രീനിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ സ്ക്രീനിൻ്റെ റേഷ്യോ ഈസ് ലാർജർ. ഓൾറൈറ്റ്, ഇത് ഭയങ്കര നല്ലൊരു ഫീച്ചറാണ്. ഫോൺ ആക്ച്വലി സെറ്റപ്പ് ചെയ്യുമ്പോൾ വലിയ കഷ്ടപ്പാടൊന്നുമില്ല. പ്രീവിയസ് ഡിവൈസിൽ നിന്ന് ഇതിലേക്ക് എല്ലാ സാധനങ്ങളും മൈഗ്രേറ്റ് ചെയ്ത് കിട്ടുവാണെങ്കിൽ ലോട്ടറി. ഞാൻ പിന്നെ സാംസങ് S23 കൺസിഡർ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ iPhone 14 Pro Max നോക്കിയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഈ എക്കോസിസ്റ്റത്തിൽ നിന്ന് മാറണം. പിന്നെ ഡെക്സ് അതുപോലെ കുറേ ഫീച്ചേഴ്സ് മിസ് ഔട്ട് ആവും ആപ്പിളിലേക്ക് പോയി കഴിഞ്ഞാൽ. പിന്നെ ആപ്പിളിൻ്റേതായ ചാർജർ, ആപ്പിളിൻ്റേതായ എവറിത്തിങ് റിലേറ്റഡ് ടു ആപ്പിൾ ഈസ് വെരി യുണീക്ക്. നമുക്കൊരു എന്താ പറയുക, ക്രോസ് ഫങ്ഷണൽ യൂസേജ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഓക്കെ,
ഈ ഫീച്ചർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. സാംസങ് ടു സാംസങ് ട്രാൻസ്ഫർ, ഇറ്റ്സ് വെരി സീംലെസ്. ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് കപ്പിൾ ഓഫ് ടാപ്സ് ആൻഡ് ദെയർ യു ഗോ.